മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ കുറേ നാളായി പാട്ട് പാടിയിട്ടതിൽ എനിക്ക് ശബ്ദം തീരെ ഒരു സുഖമില്ല, അടച്ചിരിക്കുകയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാലും എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ചോദിക്കുന്നതുകൊണ്ട് ഒരു പാട്ട് പാടുകയാണ്. ഇപ്പോൾ പാടുന്ന പാട്ടെന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ, ഞാൻ SSLC കഴിഞ്ഞിട്ട് കോളേജിൽ, ട്രിവാൻഡ്രം വിമൻസ് കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയം. അപ്പോൾ അന്ന് ഹോസ്റ്റലിലായിരുന്നു നിൽക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം നമുക്ക് ഒരു വിഷമമൊക്കെ തോന്നുമല്ലോ, ആദ്യമൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ പാട്ടിങ്ങനെ റേഡിയോയിലുള്ള പാട്ടൊക്കെ കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ കേട്ട പാട്ടാണ്. അപ്പോൾ ആ സമയത്ത് ഒരു സീനിയർ ഒരു ചേച്ചി, സതി ചേച്ചി, എന്നെ വന്ന് സംസാരിച്ചു, എൻ്റെ അടുത്ത് പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ ആ ചേച്ചി എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാനിതിലൊക്കെ പാടാൻ തുടങ്ങിയപ്പോൾ ആ ചേച്ചി എന്നെ ഫോണിൽ വിളിച്ചു, ഇങ്ങനെ നമ്പരൊക്കെ കിട്ടി. വിളിച്ച്, റാണി, നമ്മൾ ആദ്യം പരിചയപ്പെട്ടപ്പോൾ കേട്ട പാട്ട് പാടാമോ, ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അവിടെ വെച്ചൊക്കെ ഞാനത് നന്നായിട്ട് പാടിയിട്ടുമുണ്ട്. അതാണ് ഞാനിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഒട്ടും ശരിയാവും തോന്നുന്നില്ല. സതി ചേച്ചി ക്ഷമിക്കണം, എന്നാലും പറഞ്ഞത് അനുസരിക്കുന്നതിന്. ഓക്കെ. പഞ്ചതന്ത്രം കഥയിലെ പഞ്ചവർണ്ണ കുടിലിലെ മാണിക്യപ്പൈങ്കിളി മാനം പറക്കുന്ന വാനം പാടിയെ സ്നേഹിച്ചു, ഒരു വാനം പാടിയെ സ്നേഹിച്ചു. കൂട്ടുകാരറിഞ്ഞില്ല, വീട്ടുകാരറിഞ്ഞില്ല, കൂട്ടിലിരുന്നവൾ കനവു കണ്ടു. ഓരോ കിനാവിലും മാലാഖമാർ വന്ന് ശോഷന്ന പുഷ്പങ്ങൾ ചൂടിച്ചു, അന്ന് ശോഷന്ന പുഷ്പങ്ങൾ ചൂടിച്ചു. അകലെ മണൽ പുറത്തവൻ പാടി, അവളുടെ മൗനമതേറ്റുപാടി. ഒരു ദിവ്യഗാനത്തിൽ അനുരക്തയായി തീർന്ന യെരൂശലേം പുത്രിയെ പോലെ. പഞ്ചതന്ത്രം കഥയിലെ പഞ്ചവർണ്ണ കുടിലിലെ മാണിക്യപ്പൈങ്കിളി മാനം പറക്കുന്ന വാനം പാടിയെ സ്നേഹിച്ചു, ഒരു വാനം പാടിയെ സ്നേഹിച്ചു. കൂട്ടുകാരറിഞ്ഞപ്പോൾ, വീട്ടുകാരറിഞ്ഞപ്പോൾ, നാട്ടിൻ പുറത്തതു പാട്ടായി. ഇന്നോ നാളെയോ മനസ്സു ചോദ്യത്തിനു വന്നെങ്കിലെന്നവളാശിച്ചു, അവൻ വന്നെങ്കിലെന്നവളാശിച്ചു. പഞ്ചതന്ത്രം കഥയിലെ പഞ്ചവർണ്ണ കുടിലിലെ മാണിക്യപ്പൈങ്കിളി മാനം പറക്കുന്ന വാനം പാടിയെ സ്നേഹിച്ചു, ഒരു വാനം പാടിയെ സ്നേഹിച്ചു. സതി ചേച്ചി കേട്ട് കാണുമല്ലോ, അത്ര ശരിയായില്ല, ക്ഷമിക്കുക. താങ്ക് യു.